ആലമണിക്ക് കൗൺസിൽ. അപ്പോൾ കൗൺസിലിനകത്ത് ആദ്യമായി തന്നെ വന്നത് വിനോദ് പൊള്ളാഞ്ചേരി എന്ന് പറയുന്ന കൗൺസിലർ എന്നെക്കുറിച്ച് ഒരു മേയറെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അപമാനിക്കുന്ന വിഷയം എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരാൾക്ക് സാക്ഷ്യപത്രം കൊടുക്കണം എന്ന് പറഞ്ഞ് കത്തിരിക്കുന്നു. അപ്പം നമ്മൾ എനിക്ക് കത്ത് കൊടുക്കണമെങ്കിൽ ഇത് ആൾ വേണ്ട. അപ്പോൾ അത് കുഴപ്പമില്ല, അത് തന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തരാൻ പറ്റുമോ? എനിക്ക് തരാൻ പറ്റില്ല വിനോദം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞാൽ അങ്ങനെ തരാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ സാക്ഷ്യപ്പെടുത്തി അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ആൾ വന്നാൽ നമ്മൾ നേരിട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതിനാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി പോയി. അതിലൊരു സത്യാവസ്ഥ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഒരു കാര്യം. മറ്റൊരു കാര്യം ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ പ്രതിപക്ഷം പറയുന്ന പല കാര്യങ്ങളും, അതായത് ഈ കൗൺസിലിനെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കും. കാരണം നമുക്കറിയാം ഇപ്പോൾ പഴയ പോലെയല്ല, മാനുവൽ ഫയലുകളില്ല. വളരെ അപൂർവം പല പർട്ടിക്കുലർ ഫയലുകളൊക്കെ ഉണ്ടാവും. ആ മാനുവൽ ഫയലുകൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായി സ്മാർട്ട് വന്നതിന് ശേഷം ഇവർക്കൊക്കെ പെൻ നമ്പർ കൊടുത്ത് ഇവർക്ക് ക്ലാസ് കൊടുത്ത് സ്മാർട്ടിനെ കുറിച്ച് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കൊടുത്ത് അവരുടെ സ്വന്തം മൊബൈൽ ഫോണിൽ അവർക്കിത് കണ്ടുപിടിക്കാവുന്ന എല്ലാ സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ ഫയലില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി ഇന്ന് കേരളത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോർപ്പറേഷൻ തൃശ്ശൂരാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തനി രാഷ്ട്രീയം കളിക്കുക. ആ കളിച്ചിട്ടാണ് ഇന്ന് സംഭവിച്ചത്. ഇവിടെ ഫയൽ കൊണ്ടുപോകാം, ആ ഫയൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഫയലെന്ന് പറയുന്നത് സ്മാർട്ടിലാണ്, അതൊന്നല്ല ഫയൽ കൊണ്ടുപോയോ എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചു. പക്ഷെ അതൊന്നും ശരിയായ നടപടിക്രമമല്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ബോധ്യപ്പെടുത്താനുള്ളത്. ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സ്മാർട്ടിൻ്റെ ട്രെയിനിങ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഡോക്ടർ നമ്പറും കൊടുത്തിട്ടുണ്ട്, പിൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. ആ പെൻ നമ്പർ വെച്ചിട്ട് അവർക്ക് അതിനകത്ത് എല്ലാം ഈ പറയുന്ന എന്താണ് വിഷയമെന്നും ആ വിഷയത്തെക്കുറിച്ചുള്ള ഫയൽ മൊത്തം അതിലാണ് വരുന്നത്. ഇപ്പം നമ്മളെവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ്? പക്ഷെ ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് പുരോഗതിയെ തടയുന്ന ഒരു വ്യവസ്ഥയാണ്. കാരണം നമ്മളിന്ന് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ നിയമപരമായിട്ടുള്ള ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ സർക്കാരിൻ്റെ അംഗീകാരമുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ വിളിക്കും. ആ ടെൻഡർ വിളിക്കുമ്പോൾ ടെൻഡറിൻ്റെ നമുക്ക് എല്ലാ പത്രത്തിലും ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്ന വരില്ല. ചില പത്രത്തിൽ കൊടുക്കും, ചില പത്രത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ മറികടന്നുകൊണ്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്താൽ പോരാ, പിന്നെ ഇതെങ്ങനെ ചെയ്യാം അത് പറയില്ല. നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ടെൻഡർ വിളിക്കുക, 9-10 പേരും ടെൻഡറിൽ സംബന്ധിച്ച് അതിനകത്ത് ഏറ്റവും കുറവ് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുക. പക്ഷെ അതൊന്നും അവർ സമ്മതിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അവർ പറയുന്ന ആ സാധനത്തിൻ്റെ വില 3000 രൂപയുള്ളൂ, 2000 രൂപയുള്ളൂ, അത് അവിടെ പണിയുന്നതാണ് ഇവിടെ പണിയുന്നതെന്നൊക്കെ പറഞ്ഞ് മോശമുണ്ടാക്കുന്ന ഒരു നല്ല നടപടിക്രമമല്ലത്. ഇതിനകത്തൊക്കെ നമ്മൾ സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് വിളിക്കുന്നത്. വേണമെങ്കിൽ നെഗോസിയേഷൻ വരെ നടത്തിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അതിന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചോ. ഫയലിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽ അന്വേഷിക്കുക. ഇവിടെ വന്നിട്ട് നമ്മുടെ പാക്കറ്റ് പറഞ്ഞ് കയറിയിട്ട് വല്ല കാര്യമുണ്ട്. ഫയൽ പരിശോധിക്കില്ല, ഫയലിനെ പറ്റി ഒരു ചിന്തിക്കില്ല, എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വന്ന് കഷ്ടപ്പെടുത്തുന്ന ഇതാദ്യമായിട്ടാണ് ഇത്രയും മോശമായിട്ട് എനിക്കത് പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്. വളരെ മോശമായി. അതൊന്നും നിങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു ഫിസിക്കലില്ല, ഇപ്പോൾ ഫിസിക്കലല്ല സ്മാർട്ടാണ്. പക്ഷെ മനഃപൂർവ്വം, അതായത് ബോധപൂർവ്വം നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന അടുത്ത് ഞാൻ വഴക്കൂടിയിട്ട് വല്ല കാര്യമുണ്ട്. അതിന് നല്ലതെന്താ? ഇത് റദ്ദ് ചെയ്യാൻ അദ്ദേഹം മാർഗം അവിടെ ചെല്ലുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാവുന്നത് സ്മാർട്ടിലാണ് കിടക്കുന്നത്. ഏത് ഇത് ഇന്നത്തെ കൗൺസിലർ രീതിയാണ്. അടുത്ത് വിളിക്കും. കാരണം ഇനി അവർക്ക് ബോധ്യപ്പെടുത്തി യഥാർത്ഥം നമ്മൾ ബോധ്യപ്പെടുത്തും ഇത് സ്മാർട്ടിലാണെന്നും വീണ്ടും ഇവർക്ക് ഒരു ബോധ്യപ്പെടുത്തലും കൂടി നടത്തും. നമ്മൾ പഴയതുപോലെ അല്ല. ഇവർ ഫയൽ ചോദിക്കുന്നത്. ഫയൽ ഇപ്പോൾ കിടക്കുന്നത് സ്മാർട്ടിലാണ്. അവർ പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ പിൻ നമ്പർ പ്രകാരം സ്വന്തം മൊബൈൽ ഫോണിൽ അവർക്ക് പഠിക്കാം. ഇത് അടിച്ചതിൽ കിട്ടും, പഠിക്കാം എല്ലാതുകൊണ്ട്. പക്ഷെ ഇത് മനഃപൂർവ്വമാണ്. അതെ, ഇതൊന്നും അറിയാനിട്ട് എല്ലാം കൊണ്ട് ഇവർക്ക് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫയൽ നമ്പറുകൾ ഇവർക്ക് കൊടുത്താൽ പോരെ? ഫയൽ നമ്പർ ഉണ്ട് അതിൽ.
ഫയൽ നമ്പറുകൾ ഇന്ന ഫയൽ ഈ അജണ്ട പ്രകാരം ആ ഫയൽ നമ്പർ ഉണ്ട്. ആ ഫയൽ നമ്പർ വെച്ച് പരിശോധിച്ചോട്ടെ. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഇതിനകത്ത് ഇവർക്ക് തോന്നുന്നുണ്ടോ, സംസാരിച്ചോട്ടെ. ഞങ്ങൾ അത് ആദ്യം ഇത് ഇവിടെ ഫയൽ ചോദിക്കുന്നത്, ഫയൽ എവിടെ എന്ന് ചോദിക്കുന്നത്. പഴയ കാലം മാറിപ്പോയി, പുതിയത് വന്നു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ. ഗാർബേജ് ഫ്രീ സിറ്റിയുടെ ഭാഗമായി നമ്മൾ ബോട്ടിൽ ബൂത്തിന്റെ കഥയാണ് പറയുന്നത്. ഒരു സാക്ഷ്യപത്രത്തിൽ കൊടുത്ത ആരാറുണ്ട്, ഒരു ബിനാമി എന്ന് പറഞ്ഞുകൂടെ. ഇതിനൊരു വാല്യുവേഷൻ ഇല്ല, നമുക്കൊരു വാല്യൂ ഇല്ല ഇതിനകത്ത്. ആരായാലും തന്നെ നേരിട്ട് വന്നാൽ ഇന്നവരെ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വേറെ ആളുടെ പേരുണ്ട്, അത് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് എൻ്റെ പേരിൽ എനിക്ക് പുതിയത് തരണമെന്ന് പറയുന്നത് മര്യാദയാണ്. ഞാനത് പറഞ്ഞു, അത് ശരിയാണ്, വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ ധിക്കരിച്ചു, ആക്രോശിച്ചു, പുറത്തു പോകാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് മാനസികമായിട്ട് മനുഷ്യരെ 4 വർഷക്കാലമായി നമ്മളോട് ഇരിക്കുന്നു. അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പിന്നെ എന്തിനാണ് അവ ഇത്രയും വലിയ സംഭവം? കാരണം എന്ന് വെച്ചാൽ ഒരു കത്ത് തന്നാൽ ആ കത്തിനകത്ത് ആ ആൾ അടക്കണം സ്വതവേ ഇന്ന വരെ ഞാൻ കൊടുത്ത് സാക്ഷ്യപത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, ആര് പറഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വിഷയമില്ല. പക്ഷെ ആളും കൂടി വരാറുണ്ട്, ഇത് അറിവില്ല. ആരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ വേണ്ടി അത് റെക്കമെൻഡ് ചെയ്ത് ഇവിടെ വരും. മൊത്തമായിട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മൊത്തം എത്ര പേരുണ്ട്, 9 ആള്, ആർക്കാണ് കൊടുത്തത്, ഏറ്റവും കുറവുള്ള ആൾക്ക്. സിസ്റ്റം കമ്മിറ്റിയിൽ പാസ്സാക്കി, അവരും പാസ്സാക്കിയ ആൾക്കാരെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് അവിടെയും പാസ്സാക്കി. അപ്പൊ ഇത് മനഃപൂർവ്വമാണ്. അത് വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരാള് അല്ലെങ്കിൽ 1-2 പേര് ഇതുപോലെ നീരസം കാണിച്ചതുകൊണ്ട് കോർപ്പറേഷന്റെ ഉന്നമനത്തിനും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും നിരസിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് കുന്നംകുളത്തോ വടക്കാഞ്ചേരി ഇപ്പൊ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയിൽ. അപ്പോൾ അവിടുത്തെ റേറ്റ് ഏകദേശം ഒരു ഇത് വരില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. 9,000-3,000 വ്യത്യാസത്തിന്റെ ഒരു അത് അവരെ നോക്കണം. ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും പറയണോ, സംശയമുള്ളവർ ബോധ്യപ്പെടുത്തിട്ട് ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ 2 ആളെ പങ്കെടുത്തുള്ള നമുക്ക് വേണമെങ്കിൽ ഇത് 9 കമ്പനിക്കാർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇതൊരു പുതിയ സംവിധാനമാണ്, സാധാരണ എല്ലാവർക്കും ആയിട്ടില്ല, പുതിയ സംവിധാനമാണ്. ആ പുതിയ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി വേണമെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ചൂരലോട് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട്. ഇത് ചണം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒക്കെ പാസ്സാക്കി ഇവര്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കി, പ്രിക്കറി കമ്മിറ്റി പാസ്സാക്കി, ഇങ്ങോട്ട് വിട്ടേക്കണേ. ഇവിടെ വരുമ്പോ അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ വിളിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രിക്കറി കമ്മിറ്റിയിൽ വിളിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടെ ഇരിക്കുന്നവർ പാസ്സാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യും? ഇത് മനഃപൂർവ്വമാണ്, ഇത് രാഷ്ട്രീയമാണ്, അത് ശരിയല്ല.